എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇനി വരുന്ന PSC പരീക്ഷകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി. ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വ്യവസായ നയം ഇൻഡസ്ട്രിയൽ പോളിസി 1948 അവതരിപ്പിച്ചതും ശ്യാമപ്രസാദ് മുഖർജിയാണ്. ലോകത്തിലാദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികൾ. സിന്ധു നദീതട നിവാസികളായിരുന്നു ലോകത്തിലാദ്യമായി പരുത്തി കൃഷി ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം പരുത്തി തുണി വ്യവസായം. പരുത്തി തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടിത വ്യവസായ മേഖലയാണിത്. പരുത്തിയുടെ ജന്മദേശം. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ. ഇന്ത്യയാണ് പരുത്തിയുടെ ജന്മദേശം. സിന്ധു നദീതട സംസ്കാരം കാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ പരുത്തി കൃഷി നിലവിലുണ്ടായിരുന്നു. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന പരുത്തി ഇനത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗോസിപ്പിയം ഹിർസ്യൂട്ടം. ഗോസിപ്പിയം ഹിർസ്യൂട്ടം എന്നതാണ് ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന പരുത്തി ഇനത്തിൻ്റെ ശാസ്ത്രീയ നാമം. ഇത് അമേരിക്കൻ പരുത്തി എന്ന പേരിലും അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്ത് പരുത്തി ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന. ചൈനയാണ് ലോകത്ത് പരുത്തി ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി വ്യവസായം. പരുത്തി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം. കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി അധിഷ്ഠിത വ്യവസായമാണിത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഗുജറാത്തിലെ കറുത്ത മണ്ണ് അഥവാ റിഗർ സോയിൽ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ. മുംബൈയാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം. ഇന്ത്യയിൽ നിന്നുള്ള പരുത്തി കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മുംബൈ തുറമുഖമാണ്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലം കൊല്ലം. 1881 കൊല്ലത്തായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം മാഞ്ചസ്റ്റർ. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററാണ് ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം. വസ്ത്രനിർമ്മാണത്തിലെ ആഗോള സ്വാധീനം കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ നഗരങ്ങളെ മാഞ്ചസ്റ്റർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചത് സിൻഡൻ. സിൻഡൻ എന്നായിരുന്നു ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചത്. സിന്ധു, ഇൻഡസ് എന്ന വാക്കിൽ നിന്നാണ് സിൻഡൻ എന്ന പേര് ഉദ്ഭവിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ തുണിമിൽ സ്ഥാപിതമായ വർഷം 1818. 1818 ഇന്ത്യയിൽ ആദ്യത്തെ തുണിമിൽ സ്ഥാപിതമായത്. കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലോസ്റ്ററിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് ഫോർട്ട് ഗ്ലോസ്റ്റർ. കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോസ്റ്ററിലായിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത്. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് മുംബൈ. 1854 മുംബൈയിലായിരുന്നു ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത്. KGN ഡാവർ ആണ് ബോംബെ സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് കമ്പനി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പട്ട്. ഹരിയാനയിലെ പാനിപ്പട്ടാണ് ഇന്ത്യയിലെ നെയ്ത്തുപട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ്. ഇന്ത്യയിലെ ഡെനിം സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണ്.
കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈയാണ് കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഗംഗ ബ്രഹ്മപുത്ര നദീതടങ്ങളിലെ എക്കൽ മണ്ണ് ചണം കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന നാരിനം ചണമാണ് ഗോൾഡൻ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്ന നാരിനം. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഹൂഗ്ലി നദീതീരത്താണ് പശ്ചിമ ബംഗാളിലെ ഭൂരിഭാഗം ചണമില്ലുകളും സ്ഥിതി ചെയ്യുന്നത്. ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്ത. ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്തയാണ്. ചണം ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ചണം ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ചണമില്ല് സ്ഥാപിതമായത് റിഷ്റ. 1855 പശ്ചിമ ബംഗാളിലെ റിഷ്റയിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിതമായത്. ജോർജ് ഓക്ലൻഡ് ആണ് ഈ മില്ല് സ്ഥാപിച്ചത്. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1971. 1971 ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ചണം കർഷകർക്ക് ന്യായവില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് രൂപീകരിച്ചത്. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബയാണ് ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. മഹാരാഷ്ട്രയിലെ പ്രധാന പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങൾ സാൻഗ്ലി, കോൽഹാപൂർ, സോലാപൂർ. മഹാരാഷ്ട്രയിലെ പ്രധാന പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങളാണ് സാൻഗ്ലി, കോൽഹാപൂർ, സോലാപൂർ. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. സംസ്ഥാനത്തെ അനുകൂലമായ കാലാവസ്ഥയും കരിമ്പ് കൃഷിയുടെ വ്യാപനവുമാണ് ഈ പേരിന് കാരണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാൺപൂർ. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായം ബേട്ടിയ. 1840 ബീഹാറിലെ ബേട്ടിയയിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായം പഞ്ചസാര വ്യവസായമാണ് ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായം. പരുത്തി വ്യവസായം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയാണിത്. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ് പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം. പട്ടുനൂൽ വ്യവസായത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് പട്ടുനൂൽ വ്യവസായത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം. മൾബറി, ടസർ, ഈറി, മുഗ തുടങ്ങി 5 തരം പട്ടുനൂലുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. പട്ടുനൂൽ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് പട്ടുനൂൽ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ മൊത്തം പട്ടുനൂൽ ഉൽപ്പാദനത്തിൻ്റെ 1/3 കർണാടകയിൽ നിന്നാണ്. അസാമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകതരം സിൽക്ക് മുഗാ സിൽക്കാണ് അസമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകതരം സിൽക്ക്. സെൻട്രൽ സിൽക്ക് ബോർഡ്
സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരു. കർണാടകയിലെ ബംഗളൂരുവിലാണ് സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് തേയില കൃഷി ആരംഭിച്ചത് ഡാർജിലിംഗ്, ആസാം, നീലഗിരി. ഡാർജിലിംഗ്, ആസാം, നീലഗിരി എന്നിവിടങ്ങളിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് തേയില കൃഷി ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ തേയില കൃഷി വ്യാപിപ്പിച്ചത്. തേയില ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ആസാം. ആസാമാണ് ഇന്ത്യയിൽ തേയില ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ മൊത്തം തേയില ഉൽപ്പാദനത്തിൻ്റെ പകുതിയോളം ആസാമിൽ നിന്നുമാണ്. തേയിലയുടെ ശാസ്ത്രനാമം കമേലിയ സിനൻസിസ്. കമേലിയ സിനൻസിസ് എന്നതാണ് തേയിലയുടെ ശാസ്ത്രനാമം. തൊഴിലാളി സഹകരണ പ്രസ്ഥാനത്തിന് കീഴിൽ ന്യൂഡൽഹിയിൽ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിതമായ തീയതി 1957 ഡിസംബർ 27. തൊഴിലാളി സഹകരണ പ്രസ്ഥാനത്തിന് കീഴിൽ ന്യൂഡൽഹിയിൽ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിതമായത് 1957 ഡിസംബർ 27 എ കെ ഗോപാലൻ AKGയുടെ നേതൃത്വത്തിലായിരുന്നു കോഫി ബോർഡ് ജീവനക്കാർ ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ത്യയുടെ കാപ്പിത്തോട്ടം കർണാടക. ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്നത് കർണാടകയാണ്. കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ ബാബാ ബുദാൻഗിരി മലനിരകളിലാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യമായി ആരംഭിച്ചത്. ഇന്ത്യയുടെ തേയിലത്തോട്ടം അസം. അസമാണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ്. അസമിലെ ദിഗ്ബോയ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല. 1901 സ്ഥാപിതമായ ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ എണ്ണ ശുദ്ധീകരണശാലയാണ്. 1956 ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ ONGC സ്ഥാപിതമായത്? ഡെറാഡൂൺ. 1956 ഡെറാഡൂണിലായിരുന്നു ഇന്ത്യയിൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ ONGC സ്ഥാപിതമായത്. ബറൗനി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ. ബീഹാറിലാണ് ബറൗനി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് ബറൗനി റിഫൈനറി സ്ഥാപിച്ചത്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലാണ് കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്ത് റിഫൈനറി എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ഗുജറാത്തിലെ വഡോദരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ സഹകരണത്തോടെയാണ് ഈ എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിച്ചത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന. ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽ തൊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം. ക്ഷീരോത്പാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് ആണ് ക്ഷീരോത്പാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി. വർഗീസ് കുര്യനാണ് ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ശില്പി. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എവിടെയാണ്? ആനന്ദ്. ഗുജറാത്തിലെ ആനന്ദിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ആനന്ദിലാണ് ഇതിൻ്റെ തുടക്കം. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ. ഹരിയാനയിലെ കർണാലിലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. 1830 ഇന്ത്യയിൽ ഒരു ആധുനിക ഇരുമ്പുരുക്ക് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ആദ്യ ശ്രമം എവിടെയായിരുന്നു? പോർട്ടോ നോവോ. തമിഴ്നാട്ടിലെ പോർട്ടോ നോവോയിലായിരുന്നു 1830 ഇന്ത്യയിലൊരു ആധുനിക ഇരുമ്പുരുക്ക് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ആദ്യ ശ്രമം നടന്നത്. ഇന്ത്യയിലാദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് കുൾട്ടി. 1870 പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലായിരുന്നു ഇന്ത്യയിലാദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത്.
ബംഗാൾ അയൺ വർക്ക്സ് എന്ന പേരിലാണിത് അറിയപ്പെട്ടിരുന്നത്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ജംഷഡ്പൂർ. ജാർഖണ്ഡിലെ ജംഷഡ്പൂറാണ് സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത വ്യവസായ നഗരം കൂടിയാണ് ജംഷഡ്പൂർ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. 1907 സ്ഥാപിച്ച ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്നത്. ജംഷഡ്ജി ടാറ്റയാണ് ഈ കമ്പനിയുടെ സ്ഥാപകൻ. പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ന്യൂസ് പ്രിന്റ് മിൽ സ്ഥാപിതമായത് നേപ്പാനഗർ. മധ്യപ്രദേശിലെ നേപ്പാനഗറിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് മിൽ സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മിൽ സ്ഥാപിതമായത് സിറാംപൂർ. പശ്ചിമ ബംഗാളിൽ 1812 സിറാംപൂരിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മിൽ സ്ഥാപിതമായത്. സിറാംപൂർ പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് നേപ്പാനഗർ. നേപ്പാനഗറിലാണ് നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത്. ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ബൊക്കാറോ. ജാർഖണ്ഡിലെ ബൊക്കാറോയാണ് ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് ഈ പ്ലാന്റ് നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഭിലായ്. ഛത്തീസ്ഗഡിലെ ഭിലായ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സെയിൽ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം. 1973 സെയിൽ രൂപീകൃതമായത്. ഇന്ത്യയിൽ പൊതുമേഖലയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്ക് പ്ലാന്റ് ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. 1923 സ്ഥാപിതമായ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റാണ് ഇന്ത്യയിൽ പൊതുമേഖലയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്ക് പ്ലാന്റ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഭദ്രാവതി. കർണാടകയിലെ ഭദ്രാവതിയിലാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടക. കർണാടകയിലാണ് വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കശുവണ്ടിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം. കേരളത്തിൽ കശുവണ്ടിയുടെ ഈറ്റില്ലം എന്ന പേരിൽ അറിയപ്പെടുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊല്ലം. കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊല്ലത്താണ്. കാഷ്യൂ വർക്ക്സ് അപെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കാപെക്സിൻ്റെ ആസ്ഥാനം കൊല്ലം. കൊല്ലത്താണ് കാഷ്യൂ വർക്ക്സ് അപെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനം. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം. മലപ്പുറത്തെ ആനക്കയത്താണ് കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം പുട്ടൂർ. കർണാടകയിലെ പുട്ടൂരിലാണ് ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിലാണ് നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ കാഷ്യൂ NRCC സ്ഥിതി ചെയ്യുന്നത്.
2009 ഈ കേന്ദ്രം നവീകരിക്കുകയും ഇപ്പോൾ ഔദ്യോഗികമായി ICAR ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ റിസർച്ച് DCR എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ്റെ ആസ്ഥാനം മടക്കത്തറ. തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയാണ് കേരളത്തിലെ കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ്റെ ആസ്ഥാനം. അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഫോർ കാഷ്യൂ സ്ഥിതി ചെയ്യുന്നത് ആനക്കയം മലപ്പുറത്തെ ആനക്കയത്താണ് അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഫോർ കാഷ്യൂ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ കമ്പിളി വ്യവസായ മിൽ ആരംഭിച്ചത് കാൺപൂർ. 1876 കാൺപൂരിലായിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ കമ്പിളി വ്യവസായ മിൽ ആരംഭിച്ചത്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്ന കാൺപൂർ കമ്പിളി മില്ലുകളുടെ പ്രശസ്തമായ പേരാണ് ലാൽ ഇംലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. തുണി നെയ്ത്ത് പ്രക്രിയയെ യന്ത്രവൽക്കരിച്ച പവർലൂം കണ്ടെത്തിയത് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആയിരുന്നു തുണി നെയ്ത്ത് പ്രക്രിയയെ യന്ത്രവൽക്കരിച്ച പവർലൂം കണ്ടെത്തിയത്. സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയയാണ് സുവർണ കമ്പിളിയുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യം. ഓസ്ട്രേലിയയിലെ മെറിനോ എന്ന ഇനം ആടുകളിൽ നിന്നാണ് ലോക പ്രശസ്തമായ കമ്പിളി ലഭിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓസ്ട്രേലിയയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇറ്റലിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്തിൻ്റെ ഗ്രാനൈറ്റ് നഗരം അബർഡീൻ. സ്കോട്ട്ലൻഡിലെ അബർഡീനാണ് ലോകത്തിൻ്റെ ഗ്രാനൈറ്റ് നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം മെക്സിക്കോയാണ് ലോകത്തിൻ്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം. ധാതുക്കളുടെയും മറ്റ് പ്രകൃതി വിഭവങ്ങളുടെയും കലവറയായതിനാലാണ് മെക്സിക്കോയെ ഇപ്രകാരം വിളിക്കുന്നത്. പട്ട് കളിമൺ പാത്രങ്ങൾ ആദ്യമായി നിർമ്മിച്ചത് ചൈനക്കാരായിരുന്നു പട്ട് കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി നിർമ്മിച്ചത്. പുരാതന ചൈനീസ് സംസ്കാരം ലോകത്തിന് നൽകിയ പ്രധാന സംഭാവനകളാണിവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഫിറോസാബാദ്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അധികം സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് ലോകത്തിലെ ഏറ്റവും അധികം സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇന്ത്യയിൽ ആദ്യത്തെ സിമൻറ്റ് ഫാക്ടറി സ്ഥാപിതമായ നഗരം ചെന്നൈ. ഇന്ത്യയിൽ ആദ്യത്തെ സിമൻറ്റ് ഫാക്ടറി സ്ഥാപിതമായത് ചെന്നൈയിലായിരുന്നു. 1904 സൗത്ത് ഇന്ത്യ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ് എന്ന പേരിൽ ചെന്നൈയിൽ അന്നത്തെ മദ്രാസിലൊരു സിമൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചിലിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനിയായ ചുക്കി കാമാറ്റ ചിലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. മധ്യപ്രദേശിലെ ബാലാഘട്ട് ജില്ലയിലെ മലാഞ്ച്ഗഡ് ഖനികൾ ചെമ്പ് ഉൽപ്പാദനത്തിലെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിൽ ഒന്നാണ് ഇന്ത്യയെങ്കിലും ഉൽപ്പാദനത്തിൽ ചൈനയാണ് മുന്നിൽ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.